ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷും നികേഷും കടയിലേക്ക് പോവുകയാണ്. സുഭാഷ് ചിന്തിക്കുന്നു, നികേഷ് നീ എന്താടാ മിണ്ടാതെ വരുന്നത്? സാധാരണ ഇങ്ങനെ അല്ലല്ലോ. അപ്പൊ നികേഷ് പറയുന്നു, സുഭാഷേട്ടൻ വീട് വിട്ടു പോയത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നികേഷിനെ വിട്ട് സുഭാഷേട്ടൻ എങ്ങോട്ടും പോകില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഞാനും വിചാരിച്ചു എന്നെ വിട്ട് സുഭാഷേട്ടൻ എവിടെ പോകാനാണെന്ന്. എന്നെ കുറിച്ച് പോലും ചിന്തിക്കാതെ സുഭാഷേട്ടൻ പോയില്ലേ? അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെ അല്ലടാ നികേഷ്, ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചതുകൊണ്ടാണ് പോകണമെന്നുള്ള തീരുമാനം എടുത്തത്. ഞാൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ലത് നടക്കാത്തെന്നുള്ള ഭയം തോന്നി. നീ ക്ഷമിക്ക്, ഇനി ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോകില്ല. അപ്പൊ നികേഷ് പറയണ, സുഭാഷിനെ ഇനി ഒന്ന് പോയി നോക്ക്. തിരിച്ച് സുഭാഷിയുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ആരും ഉണ്ടാകില്ല. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, അതേ നോക്ക്, അങ്ങനെയൊന്നും പറയരുത്. അപ്പൊ നികേഷ് പറയണ, കേൾക്കുമ്പോ തന്നെ സുഭാഷിനെ സഹിക്കുന്നില്ലല്ലോ. അപ്പൊ സുഭാഷിനെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം വേദനിച്ചു കാണും. അപ്പൊ സുഭാഷ് പറയണ, ശരി വാ, ഞാൻ നിനക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു തരാം. അങ്ങനെ അവർ കടയിലേക്ക് വരുമ്പോൾ ഒരാൾ പറയുകയാണ്, സുഭാഷ് നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ നിന്റെ അനിയന്മാര് ഇവിടെയെല്ലാം അന്വേഷിക്കുന്നത് കണ്ടു. അപ്പൊ നികേഷ് പറയണ, എപ്പോഴേ സുഭാഷേട്ടൻ തിരിച്ചു വന്നു? ഒരാൾ ചോദിക്കുന്നു, കാണാതെ പോകുന്ന പ്രായമാണോ ഇത്? സുഭാഷേട്ടനെ കണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ എല്ലാ കടകളും കയറി ഇറങ്ങിയില്ലേ? ഇവരോട് ഓരോടും പറയാതെ സുഭാഷ് എങ്ങോട്ടാ പോയത്? അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടൻ ഒരു ജോലിക്കാരിയുമായി ബന്ധപ്പെട്ട് പുറത്തു പോയതാ. ഇപ്പൊ എന്താ? ഒരു ചേട്ടൻ പറയുന്നു, അപ്പം ജോലിക്കാരിയുമായി ബന്ധപ്പെട്ടാണ് പോയെന്ന് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നു. ഇത് കേട്ട് നികേഷ് പറയണ, സുഭാഷേട്ടൻ വാ നമുക്ക് പോകാം. അങ്ങനെ അവർ സാധനം വാങ്ങാതെ പോവുകയാണ്. നികേഷ് പറയണ, ഇവർക്കെല്ലാം നമ്മുടെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനാ ഉത്സാഹം. എപ്പോ നോക്കിയാലും എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സുഭാഷ് പറയുന്നു, നീ അത് വിടടാ, അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ഒരു ചേച്ചി ചോദിക്കുന്നു, സുഭാഷ് നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ അനിയന്മാർ അന്വേഷിച്ച് നടക്കുകയില്ലായിരുന്നോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അവരൊക്കെ പാവങ്ങളല്ലേ? ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിനെയും കൂട്ടി മുന്നോട്ട് നടന്നു പോവുകയാണ്. ഈ സമയം മാവഴി വരികയാണ് ഗംഗാധരൻ. നികേഷ് പറയുന്നു, സുഭാഷിട്ടാ, വലിയച്ഛൻ സുഭാഷിനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ വലിയച്ഛനും അമ്മായിയും വീട്ടിലേക്ക് വന്ന് സുഭാഷിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ സുഭാഷ് പറയുന്നു, അറിയടാ, എനിക്ക് അത് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അവര് നമ്മുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പൊ മനസ്സ് മാറിയോന്ന് അറിയില്ല. അപ്പൊ നികേഷ് പറയണം, അവർക്ക് സുഭാഷിനോട് പ്രത്യേക സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് സുഭാഷിനെ കാണാനില്ല എന്നറിഞ്ഞ ഉടനെ വന്നത്. ബൈക്കിൽ വന്ന ഒരു ചേട്ടൻ ചോദിക്കുന്നു, സുഭാഷ് നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ അനിയന്മാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകത്തില്ലേ? ഇനി പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിന്റെ ഒപ്പം മുന്നോട്ട് നടന്നു വരികയാണ്. ഗംഗാധരൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് പുഞ്ചിരിച്ച് ഗംഗാധരനെ നോക്കുമ്പോൾ ഗംഗാധരൻ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു പോകുന്നു. നികേഷ് ചോദിക്കുന്നു, എന്ത് പറ്റി സുഭാഷേട്ടാ? അന്ന് വീട്ടിൽ വന്ന് സുഭാഷേട്ടനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇപ്പം അറിയാത്ത ആളെ കണ്ടതുപോലെയാണല്ലോ പോകുന്നത്. വെലിച്ച ഒന്ന് നിക്കെന്ന് പറഞ്ഞ സുഭാഷ് അരികിലേക്ക് ഓടി വരികയാണ്. ഗംഗാധരൻ തിരികെ നിൽക്കുമ്പോൾ സുഭാഷ് പറയണ, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ വെല്ലിച്ചനും അമ്മായിയും വീട്ടിലേക്ക് വന്നെന്ന് ഞാൻ അറിഞ്ഞു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പോയെന്ന് വെച്ചാൽ, ഒരു ജോത്സ്യൻ വീട്ടിൽ വന്ന് ഞാൻ ആ വീടിന്റെ ശാപമാണ്, എന്റെ അനിയന്മാർക്ക് നല്ലതൊന്നും ഉണ്ടാകില്ല, ഞാൻ അവിടെ നിന്ന് പോയാലേ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ. എന്റെ അനിയന്മാരെന്നെ അന്വേഷിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ കഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ വലിയച്ഛനും അമ്മായിയും വീട്ടിലേക്ക് വന്നല്ലോ. ഇതെല്ലാം കേട്ട് മൂളി ഗംഗാധരൻ മുന്നോട്ട് നടന്നു പോവുകയാണ്. സുഭാഷ് ഒന്ന് ആലോചിച്ച് വലിയച്ഛന്ന് വിളിച്ച് വീണ്ടും അരികിലേക്ക് ഓടിച്ചിരുന്നു. ജോത്സ്യൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എല്ലാവർക്കും ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരുന്നു. വീട്ടിൽ എന്തോ ഒരു ശാപം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് തറവാട്ടമ്പലത്തിലേക്ക് പോയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും അറിയത്തില്ലെന്ന് പറയുന്നു. നമ്മുടെ തറവാട്ടമ്പലം എവിടെയാണെന്ന് വേദേശനൊന്ന് പറയാമോ? ഇത് കേട്ട് ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക്, ആ വീട്ടില് നിന്നോട് മാത്രമാണ് കുറച്ച് ദയയും കരുണയും എനിക്കുള്ളത്. നിന്നെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ വിഷമം തോന്നിയാ ഞങ്ങൾ അവിടെ വന്ന് അന്വേഷിച്ചത്. അതുകൊണ്ട് നിന്നെ ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിൽ ചേർത്തുന്നില്ല. നമ്മുടെ രണ്ട് കുടുംബവും ഒന്ന് ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊന്നും നീ സ്വപ്നം കാണണ്ട. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഇപ്പൊ ഉടനെ തറവാട്ടമ്പലത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഒന്നിച്ചു ചേർന്നു എന്ന് നാട്ടുകാരെ അറിയിക്കാനാണോ? അതിനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ തറവാട്ടമ്പലം എവിടെയാണെന്ന് നിന്നോട് പറയാൻ പറ്റില്ല. അകന്ന് നിന്നവരെ അകന്ന് തന്നെ നിൽക്കട്ടെ. ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നു എന്ന് കരുതി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഒന്നായി എന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഗംഗാധരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, ഞാൻ വിചാരിച്ചു ഇവരൊക്കെ നന്നായി എന്ന്. അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുക സുഭാഷേട്ടനെ കാണാനില്ല എന്നറിഞ്ഞ് സന്തോഷത്തിൽ അന്വേഷിക്കാൻ വന്നാന്ന്. ഞങ്ങളുടെ മുന്നിൽ വിഷമം അഭിനയിച്ചതായിരിക്കും. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ, സ്നേഹം കൊണ്ട് തന്നെയാണ് അന്വേഷിച്ച് വന്നത്. നീ അത് വിട്. തറവാട്ടമ്പലത്തിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ തറവാട്ടമ്പലത്തിലെ ദൈവവും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അങ്ങോട്ട് പോകും. തുടർന്ന് സുഭാഷ് ജോലി സ്ഥലത്തേക്ക് വരികയാണ്. ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിനാഷിനോട് സംസാരിക്കുകയാണ് ചാന്ദിനി. അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, അവിനാഷ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ ചാന്ദിനി കരയുന്നത്? അപ്പൊ അവിനാഷ് പറയുകയാണ്, ഇവൾക്ക് അവിടെ ഒരു കല്യാണം ആലോചിച്ചു, ഇവൾക്ക് അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കരഞ്ഞോണ്ട് ചാന്ദിനി പറയണ, ഞാൻ പോകില്ല. അവിനാഷ് പറയുന്നു, അവൻ ഞങ്ങളുടെ ബന്ധുവും കൂടിയാ, ചാന്ദിനിയുടെ മുറച്ചെറുക്കൻ. ചാന്ദിനി ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇവളെ അന്വേഷിച്ച് അയാൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതിനാ അവള് കരയുന്നത്. അവൾക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് അവള് വീട്ടിൽ പറഞ്ഞു. വീട്ടിൽ ആരും അത് കേൾക്കുന്നില്ല. ചാന്ദിനി
ചാന്ദിനിയും അയാളുമായിട്ടുള്ള കല്യാണം നടത്തുമെന്ന് ഭയന്ന ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഞാനത് ഭയ്യോട് പറഞ്ഞായിരുന്നല്ലോ. ഞങ്ങളുടെ അമ്മാവന്റെ മകന് പണം മാത്രമല്ല രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അവൻ അവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഇപ്പൊ അവൻ വീട്ടിൽ വന്ന് ചാന്ദിനി എവിടെയെന്ന് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുക. വീട്ടിലുള്ളവരെ എന്നോട് ചാന്ദിനിയും കൂടി അങ്ങോട്ട് ചെല്ലാനാ പറയുന്നത്. കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അവനും അവന്റെ ആൾക്കാരും ചാന്ദിനി അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാ അവളുടെ ഭയം. കരഞ്ഞോണ്ട് ചാന്ദിനി പറയുന്നോ ഞാൻ പോകില്ല. അപ്പൊ സുഭാഷ് പറയണ ചാന്ദിനി കരയാതെ സംസാരിക്കട്ടെ. അവിനാശെ അവർക്ക് നിന്റെ വീടറിയാമോ? അപ്പൊ അവിനാശ് പറയണ വീടറിയത്തില്ല, പക്ഷെ വന്നാൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കും. ഞാൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവരോട് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും വീട് കണ്ടുപിടിക്കും. അതുമാത്രമല്ല ഞങ്ങളുടെ അച്ഛനും അമ്മയും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാ എന്ത് ചെയ്യണമെന്നറിയില്ല. ചാന്ദിനി പറയുന്നോ അവനൊരു ഗുണ്ടയാ. സുഭാഷ് ചോദിക്കുന്നു ഇന്നലെ ഇതാണോ എന്നോട് പറഞ്ഞത്? അപ്പൊ അവിനാശ് പറയുക അതെ, ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അതാ ചാന്ദിനി ഭയക്കുന്നത്. ഇത് കേട്ട് സുഭാഷ് പറയണ സോറി ചാന്ദിനി, നീ ഇത്രയും ടെൻഷനിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവിനാശെ ചാന്ദിനി പാവല്ലേ? അപ്പൊ അവിനാശ് പറയണ അറിയാം ഭയ്യ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ അവളെ രക്ഷിക്കുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയണ ദേ നോക്ക് അവിനാശ്, കല്യാണം കഴിക്കാൻ പോകുന്നത് ചാന്ദിനിയല്ലേ? അവിനാശ് പറയുന്നു ഇവളുടെ ഇഷ്ടമൊന്നും ഞങ്ങളുടെ വീട്ടുകാർ നോക്കില്ല. അവന്മാര് വന്നാൽ ചാന്ദിനിയെ കണ്ടാൽ ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഇത് കേട്ട് ചാന്ദിനി പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് ഒന്ന് ആലോചിച്ച് പറയുന്നു അവിനാശെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയാലല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വീട്ടിലേക്ക് പോകണ്ട. നീ ഇവിടെ സൈറ്റിലോ കൂട്ടുകാരുടെ കൂടെയോ താമസിക്കുക. ചാന്ദിനി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. ചാന്ദിനിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവര് വന്ന് എത്ര അന്വേഷിച്ചാലും ചാന്ദിനി നമ്മുടെ വീട്ടിലുണ്ടാകുമെന്ന് വിചാരിക്കില്ലല്ലോ. അവിടെ എങ്ങനെയാ ഭയ്യാന്ന് അവിനാശ് ചോദിക്കുമ്പോൾ സുഭാഷ് ചോദിക്കണം അതിനെന്താ അവിനാശേ, വീട്ടില് നിധിയുണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ചാന്ദിനിക്ക് ഒരു പ്രശ്നവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. കരഞ്ഞ് കൈകൂപ്പി ചാന്ദിനി പറയുന്നു പ്ലീസ് ഭയ്യ സമ്മതിക്കണം. അപ്പൊ സുഭാഷ് പറയണ അവിനാശേ നമ്മുടെ വീട് അവരറിയാൻ ഒരു സാധ്യതയില്ല. അവര് നിന്റെ വീട് അന്വേഷിച്ച് വന്നാലും നീ അവിടെ ഇല്ല. ഫോൺ വിളിച്ചാൽ എടുക്കരുത്, സ്വിച്ച് ഓഫ് ചെയ്തേര്. കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച അവര് പൊയ്ക്കോളും. ഇനി 2 ദിവസം ഇവിടെ താമസിച്ച് അന്വേഷിച്ചാലും കണ്ടെത്താൻ പോകുന്നില്ല. അപ്പൊ അവിനാശ് പറയണ രാത്രിയൊന്നും ഇവിടെ താമസിക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ സുഭാഷ് പറയണ പിന്നെന്താ പ്രശ്നം? പാവം ചാന്ദിനി കരയാതെ. അവിനാശ് നിന്റെ തീരുമാനം എന്താ? അപ്പം ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് അവിനാശ് പറയുന്നു ശരി ഭയ്യ, ചാന്ദിനി ഭയ്യയുടെ വീട്ടിൽ താമസിക്കട്ടെ. അപ്പൊ സുഭാഷ് പറയണ എങ്കിൽ ശരി, നീ എത്രയും പെട്ടെന്ന് ചാന്ദിനിയെ നമ്മുടെ വീട്ടിൽ കൊണ്ടാക്ക്, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം. സുഭാഷിനോട് കൈകൂപ്പി നന്ദി പറഞ്ഞ് അവിനാശിന്റെ ഒപ്പം പോവുകയാണ് ചാന്ദിനി. തുടർന്ന് ഓട്ടോയിൽ കിളിക്കൂട്ടിലേക്ക് വരികയാണ് അവിനാശും ചാന്ദിനിയും. സുധീഷും ഹരീഷും നിധിയും കാര്യം അന്വേഷിക്കുമ്പോൾ അവിനാശ് പറയുന്നു ചാന്ദിനി കുറച്ചു ദിവസം ഇവിടെ താമസിക്കട്ടെന്ന് ഭയ്യ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ അവിനാശ് പറയണ അവിടെ അല്ല. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുഭാഷ്. ഒരു മിനിറ്റ്, സുഭാഷ് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ് സുധീഷ്. സുഭാഷ് കാര്യങ്ങളെല്ലാം വിശദമായി സുധീഷിനോട് പറയുന്നു. തുടർന്ന് സുധീഷ് പറയുന്നു സുഭാഷൻ ഇപ്പോഴാ പറഞ്ഞത് ചാന്ദിനിക്ക് ഇവിടെ എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം, ഒരു പ്രശ്നമില്ല. ചാന്ദിനിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അവിനാശ് പറയുന്നു ഒരുപാട് നന്ദിയുണ്ട്. ചാന്ദിനി എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ മുറച്ചെറുക്കം വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. അവന്റെ നിന്ന് രക്ഷപ്പെട്ട ഇവൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. സുധീഷ് പറയുന്നു പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ചാന്ദിനി നോ വറി, മേരാ ടേക്ക് കെയർ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ചാന്ദിനി തലയാട്ടുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. ഇത് കണ്ട് സുധീഷ് ടെൻഷനോട് കൂടി എടുക്കുമ്പോൾ ഹരീഷ് പറയണം സുധീഷ് ഏട്ടാ കുറച്ച് ഓവർ ആവുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു. ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. അവിനാശും ചാന്ദിനി അവിടേക്ക് ഇരിക്കുന്നു. തുടർന്ന് ചായ ഉണ്ടാക്കുന്ന നിധി ഓർക്കുകയാണ് തറവാട്ടമ്പലം എവിടെയാണെന്ന് സുനന്ദയോട് ചോദിക്കാമെന്ന്. സന്തോഷത്തോടു കൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് സുനന്ദ ചോദിക്കുന്നു നിധി സുഖാണോ? അപ്പൊ നിധി പറയണേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സുനന്ദയ്ക്ക് സുഖാണോ? അപ്പൊ സുനന്ദ പറയണേ ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്താ അതിശയായിട്ടുണ്ടല്ലോ, എന്നെ ഫോൺ വിളിച്ചിരിക്കുന്നു. അപ്പൊ നിധി പറയണേ എനിക്ക് സുനന്ദയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. വീട്ടിലെല്ലാവരും തറവാട്ടമ്പലത്തിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുകയാണ്. പക്ഷെ അമ്പലം എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സുനന്ദയ്ക്ക് തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയോ? അപ്പൊ സുനന്ദ പറയണേ ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ 2-3 തവണ അച്ഛന്റെ അമ്മയുടെയും കൂടെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. എന്നെ അശ്വിനെയും തറവാട്ടമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. സുനന്ദയ്ക്ക് അറിയാവുന്ന രീതിയിലൊക്കെ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. നിധി പറയണേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാനാ സുനന്ദേ? ആ സ്ഥലത്തിന്റെ പേരൊന്ന് ഓർത്തെടുക്കാൻ നോക്ക്. അപ്പൊ സുനന്ദ പറയണ അതെനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാൻ ഒരുപാട് നാളായി അവിടെ പോയിട്ട്. ഞാൻ വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ട് പറയാം. അപ്പൊ നിധി പറയണ ശരി ചോദിച്ചിട്ട് പറ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയണ്ട. ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ തറവാട്ടമ്പലം എവിടെയാണെന്ന് പറയത്തില്ല. സുനന്ദ പറയണ ഇല്ല ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ശരി സുനന്ദ വെക്കുകയാണെന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് നികേഷ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന ഒരു പെൺകുട്ടി നികേഷിനെ തന്നെ നോക്കുകയാണ്. അവിടെ നിന്നും തന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന് അറിയാവുന്ന നികേഷും ആ പെൺകുട്ടിയെ നോക്കുന്നു. നികേഷ് മനസ്സിൽ പറയുന്നു എടാ നികേഷ് ഇതാണ് കറക്റ്റ് ടൈം, പോയി സംസാരിക്കുക. പേടിക്കാതെ, അവള് നിന്നെ തന്നെ നോക്കുന്നത്, പോയി സംസാരിക്കുക. നികേഷ് പതിയെ അരികിലേക്ക് ചെന്ന് ഹായ് പറയുമ്പോൾ ആ പെൺകുട്ടിയും ഹായ് പറയുകയാണ്. എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലല്ലോ. എന്റെ പേര് നികേഷ്, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ആ പെൺകുട്ടി പേരും കോളേജിന്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നികേഷും കോളേജിന്റെ പേരും ഏത് കോഴ്സാണ് പഠിക്കുന്നതെന്നും ഒക്കെ പറയുന്നു. നികേഷ് ചോദിക്കുന്നു ഇവിടെ പുതിയതാണോ? അപ്പൊ ആ പെൺകുട്ടി പറയണ ഞങ്ങളിവിടെ പുതിയ താമസക്കാരാ. അപ്പൊ നികേഷ് പറയണ ഞാൻ അപ്പോഴേ വിചാരിച്ചു
ഞാൻ ഇതുവരെ കുട്ടിയെ ഈ ഏരിയ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. ആ പെൺകുട്ടി പറയുന്നു ഞങ്ങൾ വന്നിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അപ്പൊ നികേഷ് പറയണ തെറ്റിദ്ധരിക്കരുത്, ഞാൻ 2 ദിവസമായി കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും എന്നെ തന്നെയാണോ നോക്കിച്ചിരിക്കുന്നത്, അതോ എനിക്ക് തെറ്റായിട്ട് തോന്നിയതാണോ? പുഞ്ചിരിച്ച ആ പെൺകുട്ടി പറയുന്നോ അല്ല, ഇയാളെ തന്നെയാ. നികേഷ് നല്ല സ്മാർട്ടാ. നികേഷ് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. നികേഷിന് തോന്നുകയാണ് തന്റെ ദേഹത്തേക്ക് പൂക്കൾ വന്ന് വീഴുന്നതായി. ഇത് നികേഷ് ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്വപ്നം കണ്ടതാണ്. ആ പെൺകുട്ടി ഇപ്പോഴും നികേഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചുറ്റും നോക്കി നികേഷ് മനസ്സിൽ പറയുന്നു ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ, സ്വപ്നമായിരുന്നോ, ഒരു ഹായ് എങ്കിലും പറയാം. അങ്ങനെ നികേഷ് ഹായ് പറയുമ്പോൾ ആ പെൺകുട്ടിയും ഹായ് പറയുകയാണ്. ആ പെൺകുട്ടി പതിയെ നികേഷിന്റെ അരികിലേക്ക് വരുമ്പോൾ നികേഷും പതിയെ ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെല്ലുന്നു. അവർ സംസാരിക്കാനായി തുടങ്ങുമ്പോൾ ബൈക്കിൽ വന്ന ഒരു ചേട്ടൻ ചോദിക്കുന്നു എന്താ മോളെ ഇതുവരെ ബസ് വന്നില്ലേ? അപ്പൊ പെൺകുട്ടി പറയുന്നു അതെ, ബസ്സിന് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ചേട്ടൻ പറയുന്നു നീ കോളേജിലേക്കല്ലേ, വാ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ പെൺകുട്ടി പറയുന്നു വേണ്ട ഇളച്ച, ഞാൻ പൊയ്ക്കോളാം. അപ്പൊ അയാൾ പറയുകയാണ് കേറ് മോളെ, ഞാൻ ആ വഴിയാ പോകുന്നത്, ഞാൻ കോളേജ് വിട്ടിട്ട് പൊയ്ക്കോളാം. ഇത് കേട്ട് നികേഷ് അത് നോക്കിയിട്ട് ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ആ പെൺകുട്ടി ബൈക്കിലിരുന്ന് നികേഷിനെ നോക്കുന്നുണ്ട്. ആ പെൺകുട്ടി നികേഷും അവളെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് രാത്രി ചാന്ദിനിയുടെ കാര്യം സംസാരിച്ചുകൊണ്ട് റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് സുഭാഷും സുധീഷും. അവളുടെ നാട്ടില് അവളുടെ മുറച്ചെറുക്കനുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചിരിക്കുക. അവൾക്ക് ആ കല്യാണത്തിന് ഇഷ്ടമല്ല, വീട്ടുകാരെ നിർബന്ധിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ അവിനാശിന്റെ ഒപ്പം ചാന്ദിനി തിരുവനന്തപുരത്തേക്ക് വന്നത്. കല്യാണത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചാന്ദിനി ഇവിടെ വന്നതെന്ന് മനസ്സിലാക്കിയ അവളുടെ മുറച്ചെറുക്കൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ വന്നു കാണും. അവൻ കൊണ്ടുപോകുന്ന ഭയന്നാണ് ചാന്ദിനി കരഞ്ഞത്. എന്താ ചാന്ദിനിക്ക് അയാളെ ഇഷ്ടമല്ലാത്തതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് അവനൊരു റൗഡിയാ, അവനൊരു കാശുകാരനായതുകൊണ്ട് വീട്ടുകാർക്ക് ആ കല്യാണത്തിന് സമ്മതമാണ്. അവര് വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ചാന്ദിനി ഭയക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചാന്ദിനി നമ്മുടെ വീട്ടിൽ താമസിക്കട്ടെന്ന് പറഞ്ഞത്. അവളുടെ മുറച്ചെറുക്കൻ ഇവിടുന്ന് മടങ്ങി പോകുന്നത് വരെ ചാന്ദിനി നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. പുഞ്ചിരിച്ച് തലയാട്ടി സുധീഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ, സുഭാഷിന്റെ ചാന്ദിനിയോട് ലവ് പ്രണയം വല്ലതുണ്ടോ? അപ്പൊ സുഭാഷ് പറയണ മിണ്ടരുത്, ആ കുട്ടി എനിക്ക് പെങ്ങളെ പോലെയാ. അപ്പൊ സുധീഷ് ചോദിക്കണം സുഭാഷേട്ടാ, സ്കൂളിൽ പ്ലഡ്ജ് ഒക്കെ പറയാറില്ലേ, അന്നെടുത്ത പ്രതിജ്ഞ ഇപ്പോഴും ഫോളോ ചെയ്യുകയാണല്ലോ. ഈ ഇന്ത്യയിലുള്ളവരെല്ലാവരും സുഭാഷേട്ടന്റെ പെങ്ങന്മാരാണോ? ഇപ്പം റോഡിലൂടെ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി പോയാൽ അവളെ ഒന്ന് സൈറ്റ് അടിക്കുക പോലും ഇല്ലേ? സൈറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിച്ചെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയാണ് അവളുടെ സൗന്ദര്യം ഒന്ന് നോക്കി നിൽക്കത്തില്ലെന്നാ ചോദിച്ചേ. അപ്പൊ സുഭാഷ് പറയുന്നു ഒന്ന് പോടാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സുധീഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ, ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോയാൽ അവളെ ഒന്ന് നോക്കുപോലും ചെയ്യില്ലേ? ഇല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ അങ്ങനെ നോക്കിയാലും ആ പെണ്ണ് സഹോദരിയായിരിക്കും അല്ലേ? അപ്പൊ സുഭാഷ് പറയുന്നു അതേടാ, ഞാൻ സഹോദരിയായിട്ട് കാണും. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ് പിന്നെ എങ്ങനെ സുഭാഷിന്റെ കല്യാണം നടക്കാനാ? ഒരു പെണ്ണിനെ കാണുമ്പോൾ പ്രേമിക്കണ്ടേ? സുഭാഷ് പറയുന്നു എടാ അതൊക്കെ തെറ്റാടാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു തെറ്റോ? അപ്പോ ഞാനും നികേഷും ഒക്കെ തെറ്റാണോ ചെയ്യുന്നത്? എന്താ സുഭാഷേട്ടാ ഇങ്ങനെ ആയിപ്പോയെ? സുഭാഷ് പറയുന്നു അതൊക്കെ നീ വിട്, വാ നമുക്ക് പോകാം. നമ്മള് തറവാട്ടമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ തറവാട്ടമ്പലം എവിടാണ്, ദൈവം ഏതാണ്, ഇതൊന്നും നമുക്കറിയില്ല. അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടാ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പോയി ഇതാണ് നമ്മുടെ തറവാട്ടമ്പലം എന്ന് പറഞ്ഞാലോ? സുഭാഷ് പറയുന്നു എടാ അതൊക്കെ തെറ്റാടാ. സുധീഷ് പറയുന്നു അപ്പൊ ഇതും തെറ്റാണോ? എന്താ സുഭാഷേട്ടാ ഇത്, നമ്മൾ ഇനി എന്താ ചെയ്യുക? സുഭാഷേട്ടൻ തന്നെ പറ. അപ്പൊ സുഭാഷ് പറയണ വെല്ലിച്ചനോട് ചോദിച്ചു നോക്കി, വെല്ലിച്ചനൊന്നും പറയുന്നില്ല. സുനന്ദയോട് നിധി സംസാരിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞ സുനന്ദ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അവര് സുനന്ദയോട് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ സുധീഷ് പറയണ സുനന്ദയോട് അവരെന്തിനു പറയാതിരിക്കണം? അപ്പൊ സുഭാഷ് പറയണ എന്തിനാ ചോദിക്കുന്നത്, ഇപ്പൊ എന്താ അറിയുന്നതെന്നൊക്കെ കുത്തി കുത്തി അവളോട് ചോദിക്കും. സുനന്ദ നമുക്ക് വേണ്ടിയാണ് ചോദിച്ചതെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും പറയില്ലല്ലോ. അത് ശരിയാണെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടാ, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. നീ എന്താടാ ചെയ്തതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ പറയാം, കൂടുതൽ ആലോചിക്കാതെ മുന്നോട്ട് നടക്ക്. ഈ സമയം ആ വഴി വരികയാണ് ഗംഗാധരൻ. സുധീഷ് ദേ ആരാ വരുന്നേ നോക്കിയേ. വല്യച്ഛൻ പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചുപോയി. അവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഗംഗാധരൻ മുന്നോട്ട് നടന്നു പോകുമ്പോൾ സുഭാഷ് വല്യച്ഛാന്ന് വിളിക്കുന്നുണ്ട്. സുധീഷ് മനസ്സിൽ പറയുന്നു ഇയാളങ്ങ് പോവാണല്ലോ, വിളിക്കേണ്ടതായിരുന്നല്ലോ. കുറച്ചു ദൂരം ചെന്നിട്ട് ഗംഗാധരൻ സുഭാഷിനെ അരികിലേക്ക് വിളിക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയാണ് ഇതാ ഞാൻ വിചാരിച്ചത്, വിളിക്കേണ്ടതായിരുന്നു, ഇപ്പൊ വിളിച്ചു. അങ്ങനെ സുധീഷും അരികിലേക്ക് വരികയാണ്. ഗംഗാധരൻ പറയുന്നു നിന്നോടൊരു നല്ല കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചേ. തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യം ചോദിച്ചില്ലേ, അതാദ്യം പറയാൻ എനിക്ക് മനസ്സിലായിരുന്നു, പിന്നെ ആലോചിച്ചപ്പോൾ നീ ചോദിച്ചുകൊണ്ട് പറയാന്ന് വിചാരിച്ചു. ഇത് കേട്ട് സുഭാഷും സുധീഷും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഗംഗാധരൻ. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് സുഭാഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്